എനിക്ക് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഫോണിൽ കൂടെ അല്ലാതെയൊക്കെ ഞാൻ മാമിൻ്റെ ഹെൽപ്പ് എടുക്കാറുണ്ട്. എന്നാൽ മാമിന് ഒരു സൈക്കോളജിസ്റ്റും മൈൻഡ് ട്രെയിനറും ഒക്കെ ആയത് കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകില്ലായിരിക്കും അല്ലേ? ഇത് പലരുടെയും സംശയമാണ്. വെൽക്കം ടു മായാസ് മൈൻഡ് ടോക്ക്. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകാറുമുണ്ട്. എന്നാൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തീരുമാനിക്കുന്നത്. നാം ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അതായത് ശാരീരികവും മാനസികവുമായ ഒരു കംഫർട്ട് സോൺ. അതിന് വിഘാതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഇവയും നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു കംഫർട്ട് സോൺ, ആ കംഫർട്ട് സോണുമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ സ്ട്രെസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത്. ഈ സ്ട്രെസ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് സ്ട്രെസ്സും നെഗറ്റീവ് സ്ട്രെസ്സും. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും അലർട്ടായിരിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരുന്നതും ഒക്കെയാണ് പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു എക്സാം വിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം, ഒരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് മോൾഡ് ചെയ്ത് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത്, അതായത് ലേബർ റൂമിലേക്ക് പോകുന്ന സ്ത്രീയും പുറത്ത് കാത്തു നിൽക്കുന്ന അവരുടെ റിലേറ്റീവ്സും ഒക്കെ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ്. പിന്നെ ഒരു അത്ലറ്റിൻ്റെ കാര്യം എടുത്താൽ, ഒരു മത്സരത്തിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുകയാണ്, അവരുടെ കോച്ചും അവരനുഭവിക്കുന്ന ഒരു ടെൻഷൻ, ഇതൊക്കെ പോസിറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ യു സ്ട്രെസ് എന്ന് പറയും. EUSTRESS, യു സ്ട്രെസ്. ഇനി നമ്മുടെ മാനസിക നില തകരാറിലാക്കുന്നതും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ വഷളാക്കുന്നതുമാണ് നെഗറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ തന്നെ ധാരാളം സ്ട്രെസ് ഉണ്ടാകാറുണ്ട്. അതായത് പ്രായമുള്ള ആൾക്കാരുടെ അനാരോഗ്യം, അതല്ലെങ്കിൽ കുട്ടികളുടെ അനുസരണയില്ലായ്മയോ അല്ലെങ്കിൽ അവരുടെ പഠന വൈകല്യം, വീടിനകത്തുള്ള ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെയുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ, പിന്നെ ഓഫീസിലേക്ക് വന്നാലോ ബോസിൻ്റെ ശകാരം, അതല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു ഈഗോ ക്ലാഷ് ഒക്കെ നമുക്ക് സ്ട്രെസ്സായിട്ട് വരാം. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ അത് 90% പരിഹരിച്ച് തന്നെ പോകുന്നുമുണ്ട്. എന്നാൽ മേജർ സ്ട്രെസ്സുകളുണ്ട്, നമ്മളുടെ കൺട്രോളിൻ്റെ ഒട്ടും പറ്റാത്ത പല സ്ട്രെസ്സുകളുമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ വേർപാട് നമ്മളുടെ ജീവിതത്തിൽ, അതുപോലെ മാരകമായ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകുക, ഒരു ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോകേണ്ടി വരിക, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുക, ജോലി നഷ്ടം സംഭവിക്കുക, നമ്മളുടെ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്ത പല കാര്യങ്ങൾക്കും ഒരു പോലീസ് കേസുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ നമുക്ക് മേജർ സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങളാണ്. സ്ട്രെസ്സിൻ്റെ ഒരു ബാഹ്യ ലക്ഷണങ്ങൾ അത് പല രീതിയിലാണ്. പലർക്കും പല പെയിനും അനുഭവപ്പെടാറുണ്ട് ബോഡിയിൽ, അതായത് തലവേദന, സ്പൈനുള്ള പ്രശ്നങ്ങൾ, കഴുത്തിന് പിറകിൽ വേദന ഉണ്ടാകുക. ഇതെല്ലാം ഡോക്ടർ പരിശോധിക്കുമ്പോൾ യാതൊരു അസുഖവുമില്ല, പക്ഷേ ഇതൊക്കെ സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചിലർക്കുണ്ട് ഉള്ളം കൈ എപ്പോഴും വിയർത്ത് കാണുക. ഒരു കൊച്ചുകുട്ടി, ഇവിടെ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിക്ക് തൊണ്ടയ്ക്ക് എന്തോ സംഭവം അതിൻ്റെ തൊണ്ടയ്ക്ക് ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അതായത് വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല. അതും ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമാണ്. പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടും യാതൊരു അസുഖവും ആ കുട്ടിക്കില്ല, പക്ഷേ അതിന് തൊണ്ടയ്ക്കൊന്നും വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പും കൂടെ തേടിയിട്ടാണ് അതിൻ്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയത്. ഇവിടെ കൗൺസിലിങ്ങിന് വന്ന പെൺകുട്ടിയുടെ ഒരു സംശയം ഉണ്ടല്ലോ, മാഡമിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരിക്കുമെന്ന്. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ഈ സൈക്കോളജിസ്റ്റ് ആയാലും എല്ലാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. കാരണം എനിക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനുള്ളിൽ ഒരു ചൂടാണ്, അതായത് ഒരു ഉഷ്ണം അനുഭവപ്പെടുക. എന്നിട്ട് വെള്ളം കുടിക്കുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നാം വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരും. വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ദർ ഇസ് സംതിങ് റോങ് എന്ന് മനസ്സിലാകും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊച്ചുകുട്ടികൾ അമ്മമാരോട് പറയാൻ നടക്കാറില്ലേ, അതായത് അമ്മ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് വേണം അമ്മയുടെ മടിയിൽ കയറി ഇരിക്കാൻ. അതുപോലെ എൻ്റെ മനസ്സ് എന്നോട് ഇങ്ങനെ ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കും, അത് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനായിട്ട്. അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി തീർത്തിട്ട് ഞാൻ എൻ്റെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വരും. എനിക്ക് മിറർ ടെക്നിക്ക് ഉണ്ട്, ആ ഒരു സമയത്തൊക്കെ ഞാൻ മിറർ ടെക്നിക്ക് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ നന്ദനം സിനിമയിൽ ബാലാമണിയെ പോലെ സ്വയം സംസാരിക്കുന്ന ഒരു അസ്കിതയും ഉണ്ട്. അപ്പോൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ എന്നെ തന്നെ അപ്പോൾ വാച്ച് ചെയ്യുകയാണ് ശരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, മായ എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ ടു യു, ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ്, ഞാൻ അവിടെ വിലയിരുത്തുകയാണ്, എൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ വിലയിരുത്തുകയാണ്. അതൊരു ഫസ്റ്റ് സ്റ്റേജാണ്, റിയലൈസേഷൻ. നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം പിന്നെ രണ്ടാമത്
ചെയ്യുന്നത് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വസ്ഥമായി സമാധാനമായി ഇരിക്കാൻ പറ്റുന്ന ഒരിടം നോക്കി അവിടെ റെസ്റ്റ് ചെയ്യുക. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ ട്രെയിനിങ് റൂം തന്നെയാണ്. ആ ട്രെയിനിങ് റൂമിൻ്റെ ജനാലയ്ക്കരികിൽ ഇരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കിയാൽ വിശാലമായ നെൽവയലുകളും നല്ല പച്ചപ്പും ഒക്കെ കാണാം. നല്ലൊരു സൂത്തിങ് എഫക്റ്റാണ് മൈൻഡിൽ. ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, എന്താണ് എൻ്റെ ടെൻഷൻ്റെ കാരണം, എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താണെന്ന് ഞാനൊന്ന് അനലൈസ് ചെയ്യുകയാണ്. കാപ്പിയൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ഒരു കപ്പ് കാപ്പിയോ അല്ലെങ്കിൽ ചായയോ ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ആ പാസ്റ്റ് ഒന്ന് ചെകഞ്ഞു നോക്കുക. ഒരു പോസ്റ്റ്മോർട്ടം, എന്താണ് എനിക്ക് സംഭവിച്ചത്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ, ഇങ്ങനെ ഒരു അവസ്ഥ എന്നിൽ ഉണ്ടാകാനുള്ള എന്താണ് ആ കാര്യം ഒന്ന് ട്രിഗർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ ശരിക്കും നാം അങ്ങനെ സ്വസ്ഥമായി ഒരു ബ്രീത്തൊക്കെ എടുത്ത് ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടായ വേദന, ഒരു പെയിൻ, ആ ഒരു അവസ്ഥയ്ക്ക് കാരണമായ പെയിൻ എന്താണോ അതെല്ലാം ഒരു സിനിമയിലെന്ന പോലെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. അതിലെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നമുക്കിങ്ങനെ നമ്മളുടെ മുന്നിൽ സിനിമയിലെ പോലെ പ്രത്യക്ഷപ്പെട്ടു വരും. ശരിക്കും അപ്പോൾ നമ്മൾ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞു, എന്താണ് നമ്മളുടെ ഇഷ്യൂ എന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ മാത്രം ഉത്തരവാദികളായിരിക്കില്ല. ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു പക്ഷേ മറ്റ് പലരും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാകാം. അങ്ങനെ ആരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ റോളുകൾ എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് പിന്നീടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് പ്രോബ്ലം സോൾവിങ്. നമുക്കതിനൊരു സൊല്യൂഷൻ വേണം. എന്ത് പ്രോബ്ലത്തിനും സൊല്യൂഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു പക്ഷേ നമുക്കുണ്ടാകുന്ന പ്രോബ്ലം ആ ഇൻവോൾവായ കക്ഷികളെ അറിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് അത് ചർച്ച ചെയ്യുക. ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലോ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ്, നമുക്കത് കൺവേ ചെയ്യാൻ പറ്റുന്ന ആരാണോ വ്യക്തികൾ, ആ വ്യക്തിയുമായിട്ട് ഇത് കൺവേ ചെയ്യുക. അപ്പോൾ ശരിക്കും അതിനൊരു സൊല്യൂഷൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം അതിൻ്റെ കാരണങ്ങൾ, നമ്മൾ കണ്ടുപിടിച്ച കാരണങ്ങൾ മനസ്സിലിട്ട് അനലൈസ് ചെയ്ത് നടക്കുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടും. അത് ഗോഡ്ലി ഐഡിയാസാണ്. എന്താണ് ഇതിനെപ്പറ്റി, നാം ആരോടാണ് ഇത് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടുന്നത് എന്നുള്ള ഇൻറ്റ്യൂഷൻസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം മതിയാകും. പലപ്പോഴും ഈ മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറയില്ലേ, അതുപോലെയാണ് പല പ്രശ്നങ്ങളും. എല്ലാം നിസ്സാരമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. എല്ലാ ഇഷ്യൂസും നമ്മളുടെ തലയിലേക്ക് മാത്രം വയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ കീറാമുട്ടികളായിട്ട് നിൽക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പറയാറുണ്ട്, നല്ലൊരു മൂവി കാണുക, അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു പാട്ട് കേൾക്കുക, പിന്നെ എന്തെങ്കിലും മനസ്സിന് കംഫർട്ടായിട്ട് തോന്നുന്ന മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക. പൂന്തോട്ടത്തിലേക്ക് ഒന്ന് പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങി കൈയൊക്കെ ആഞ്ഞു വീശി ഒന്ന് നടക്കുക. അതും അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ്സിനെ വളർത്തുക. അപ്പോൾ അതുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ടെൻഷൻസൊക്കെ കുറേ പോകും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തെറാപ്പിസ്റ്റിനെ കാണുന്നതായിരിക്കും ബുദ്ധി. കാരണം മാനസികവും ശാരീരികവുമായ നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കാതെ നല്ലൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇനിയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതുപോലുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ടായിരിക്കും. ഇനി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ടെൻഷൻ മറികടക്കാനുള്ള ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റുള്ളവർക്കും അത് പ്രയോജനമാകും. താങ്ക് യു.